നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാവക്കാട് കോടതിയുടെ മുഖം മാറുന്നു. ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നവീകരിച്ച കോടതി നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സിവിൽ അധികാരപരിധിയും ക്രിമിനൽ അധികാരപരിധിയുമുള്ള കോടതിയായ ചാവക്കാട് കോടതിക്ക് 1.5 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ചെറിയ കെട്ടിടങ്ങൾ മാത്രമായതിനാൽ ആവശ്യത്തിന് സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിക്ക് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് NK അക്ബർ MLA നേതൃത്വത്തിൽ പരിശ്രമം ആരംഭിച്ചത്. തടസ്സങ്ങളെല്ലാം അതിജീവിച്ചാണ് 38 കോടി രൂപയുടെ പുതിയ 5 നില കെട്ടിടം യാഥാർത്ഥ്യമായത്. 5 നിലകളിലായി 50,084 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗിനാണ് നിർമ്മാണ ചുമതല. ഗ്രൗണ്ട് ഫ്ലോറിൽ JFCM കോടതി, 2ാം നിലയിൽ പോക്സോ കോടതി, 3ാം നിലയിൽ മുൻസിഫ് കോടതി, 4ാം നിലയിൽ സബ് കോടതി, 5ാം നിലയിൽ JFCM കോടതി എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടാതെ ബാർ അസോസിയേഷൻ ഹാൾ, ക്ലർക്ക് അസോസിയേഷൻ ഹാൾ എന്നിവയും ഓരോ നിലയിലും ടോയ്ലറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25.16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോടതിക്ക് ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 25.85 ലക്ഷം രൂപ കോടതിക്കാവശ്യമായ ഫർണിച്ചർ വാങ്ങുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്. 6 പോലീസ് സ്റ്റേഷനുകളും 3 റേഞ്ചുകളും 2 സർക്കിൾ പരിധിയുമുള്ള എക്സൈസ് സ്റ്റേഷനുകളുടെയും 2 ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും അധികാരപരിധി ചാവക്കാട് കോടതിയിലാണ്. ഒരു വർഷം 10,000-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കൂടാതെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 10,000-ലധികവുമാണ്. 41 വില്ലേജുകളുടെ അധികാരപരിധിയുള്ള കേരളത്തിലെ ഏക സിവിൽ കോടതി ചാവക്കാടാണ്. മാത്രവുമല്ല, ചാവക്കാട് ക്രിമിനൽ സിവിൽ കോടതികളുടെ അധികാരപരിധിയിൽ ഉദ്ദേശം 60 കിലോമീറ്റർ ജനസാന്ദ്രത കൂടിയ തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്നതും ഗുരുവായൂർ, മണലൂർ, നാട്ടിക നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ MLA NK അക്ബർ, പോക്സോ ജഡ്ജ് സുരേഷ് കുമാർ, സബ് ജഡ്ജ് ലക്ഷ്മി S, മജിസ്ട്രേറ്റ് ശാരിക സത്യൻ, ചാവക്കാട് മുൻസിഫ് J അരവിന്ദ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ജനപ്രതിനിധികൾ, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ, അഡ്വക്കേറ്റുമാർ, കോടതി ജീവനക്കാർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്.